ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പങ്കെടുക്കുന്ന ഓപ്പറേഷൻ തൂഫാൻ ക്യാമ്പയിൻ കോർ കമ്മിറ്റി യോഗം സംഘടിപ്പിച്ചു. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പങ്കെടുക്കുന്ന ഇരിക്കൂർ നിയോജക മണ്ഡലത്തിലെ ഓപ്പറേഷൻ തൂഫാൻ ലഹരിവിരുദ്ധ ക്യാമ്പയിന്റെ ഭാഗമായി സംഘാടക സമിതി രൂപീകരണത്തിനും പരിപാടിയുടെ ഒരുക്കങ്ങൾ വിലയിരുത്തുന്നതിനുമായി കോർ കമ്മിറ്റി യോഗം ചേർന്നു. പരിപാടിയുടെ വിജയകരമായ നടത്തിപ്പിനായി ഇന്ന് ഉച്ചയ്ക്ക് 2 മണിക്ക് വിപുലമായ സംഘാടക സമിതി യോഗം വിളിച്ചു ചേർക്കാനും വിവിധ ഉപസമിതികൾ രൂപീകരിക്കാനും യോഗം തീരുമാനിച്ചു. ക്യാമ്പയിന്റെ ഏകോപന പ്രവർത്തനങ്ങൾ കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിനായി ശ്രീകണ്ഠപുരം മുനിസിപ്പാലിറ്റിയിൽ കൺട്രോൾ റൂം പ്രവർത്തിക്കാനും യോഗത്തിൽ തീരുമാനമായി. വർദ്ധിച്ചുവരുന്ന ലഹരി വ്യാപനത്തിനെതിരെ സംസ്ഥാന ആഭ്യന്തര വകുപ്പ് മുൻകൈ എടുത്ത് നടപ്പിലാക്കുന്ന ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ഇരിക്കൂർ നിയോജകമണ്ഡലത്തിൽ അതിവിപുലമായ പ്രവർത്തന പരിപാടികളാണ്, ക്യാമ്പയിനാണ് ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്നത്. ഇതിന്റെ ഭാഗമായി ബഹുമാനപ്പെട്ട ആഭ്യന്തരമന്ത്രി നേരിട്ട് പങ്കെടുക്കുന്ന ഓപ്പറേഷൻ തൂഫാൻ ക്യാമ്പയിൻ ശ്രീകണ്ഠാപുരത്ത് ജൂലൈ 18 സംഘടിപ്പിക്കുകയാണ്. ജൂലൈ 18 ശനിയാഴ്ച 12 മണിക്കാണ് ശ്രീകണ്ഠാപുരം നഗരത്തിൽ ആരംഭിച്ച് ശ്രീകണ്ഠാപുരം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സമാപിക്കുന്ന വിധത്തിലുള്ള റാലിയും സമ്മേളനവും വിവിധ ഫ്ലാഷ് മോബ് അതുപോലെ അനുബന്ധ പ്രവർത്തനങ്ങളും പ്രചരണ പരിപാടികളുമായിട്ട് ഈ ക്യാമ്പയിൻ നടത്തുന്നത്. ഈ പരിപാടിയുടെ വിജയത്തിന് വേണ്ടി വിപുലമായ സ്വാഗത സംഘം ശ്രീകണ്ഠാപുരം നഗരസഭ ചെയർമാന്റെ നേതൃത്വത്തിൽ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ ഇവിടെ സംഘടിപ്പിക്കുകയും 14 സബ് കമ്മിറ്റികൾ അതിനുവേണ്ടി രൂപം കൊടുക്കുകയും അതിന്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾ നടത്തി വരികയുമാണ്. ശ്രീകണ്ഠാപുരം ആതിഥേയത്വമരുളുന്ന നിയോജകമണ്ഡലം തലത്തിൽ മാത്രമല്ല ഉത്തര മലബാറിലെ ഏറ്റവും പ്രധാനപ്പെട്ട ക്യാമ്പയിനായി ഈ ക്യാമ്പയിൻ മാറുകയാണ്. ബഹുമാനപ്പെട്ട ആഭ്യന്തരമന്ത്രി ശ്രീ രമേശ് ചെന്നിത്തലയ്ക്ക് പുറമെ പ്രശസ്ത സിനിമാ താരമായിട്ടുള്ള എസ്തർ ഉൾപ്പെടെ നിരവധി വിശിഷ്ടാതിഥികൾ പങ്കെടുക്കുന്നു. കണ്ണൂർ റൂറൽ SP ഉൾപ്പെടെയുള്ള പോലീസ് ഓഫീഷ്യൽസ്, വിദ്യാഭ്യാസ മേഖലയിലെ, സാമൂഹ്യ മേഖലയിലെ, സന്നദ്ധ മേഖലയിലെ എല്ലാവരും പങ്കെടുക്കുന്ന ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുക്കുന്ന വലിയ ക്യാമ്പയിനായി, ഒരുപക്ഷെ ഉത്തര മലബാറിലെ ഏറ്റവും വലിയ ക്യാമ്പയിനായി 18 നടക്കുന്ന ഈ ക്യാമ്പയിൻ മാറും. ഈ പരിപാടിയുടെ വിജയത്തിന് എല്ലാവരുടെയും നല്ല സഹകരണം ലഭിച്ചു വരികയാണ്. എല്ലാ രാഷ്ട്രീയ പാർട്ടികളും, സന്നദ്ധ സംഘടനകളും, നമ്മുടെ സ്കൂളുകളും, സാമൂഹ്യ സംഘടനകളും, നാട്ടുകാരും എല്ലാം ചേർന്നാണ് ഈ പരിപാടി നടത്തുന്നത്. ഈ പരിപാടി വൻ വിജയമാക്കാൻ എല്ലാവരോടും ഞാൻ സ്നേഹത്തോടെ അഭ്യർത്ഥിക്കുന്നു. എല്ലാവരുടെയും പങ്കാളിത്തം ഉണ്ടാകണം. 18-ന് 12 മണിക്ക് ശ്രീകണ്ഠാപുരത്തേക്ക് എല്ലാവരെയും ഞാൻ മുൻകൂട്ടി തന്നെ സ്വാഗതം ചെയ്യുകയാണ്. പരിപാടിയുടെ വിശദാംശങ്ങൾ പിന്നീട് അറിയിക്കുന്നതാണ്.